അതെ, ഇത് ബാറൊന്നും അല്ല ഫ്രണ്ട്സിനെ വിളിച്ചോണ്ടെന്ന് വെള്ളം അടിക്കാൻ. എടി നീ എന്തിനാണ് ഇത്ര ഓവർ റിയാക്ട് ചെയ്യുന്നത്? ഇതിന് മുന്നേ ഇതുപോലെ കൂടിയിട്ടുണ്ടല്ലോ, അപ്പൊ നിനക്ക് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നല്ലോ. ആരും പറഞ്ഞു പ്രോബ്ലം ഇല്ലായിരുന്നെന്ന്? ഒന്നും പറയലെന്ന് വെച്ചേ പ്രശ്നം ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം. ഇനി ഒരുത്തൻ ഈ വീട്ടിൽ വെള്ളം അടിക്കാൻ പാടില്ല. ഓ, നിന്റെ വർത്താനം കേട്ടതൊന്നും ഞാൻ നാട്ടുകാരെ മുഴുവൻ വിളിച്ചിരുത്തി ഓരോ ദിവസം വെള്ളം അടിച്ചോണ്ടിരിക്കുകയാണ്. എടി ഇന്ന് എനിക്ക് ഓഫീസിൽ പ്രൊമോഷൻ കിട്ടിയത് അരവിന്ദ് കാരണമാണ്. അപ്പൊ അവനെ വിളിച്ചൊരു പാർട്ടി കൊടുത്തിരിക്കുന്നത് മോശമല്ലേ? വെള്ളം അടിച്ചുള്ള പാർട്ടി മാത്രം നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുള്ളൂ. ശരി, നീ അത് വിട്. നിന്റെ ജോലിയുടെ കാര്യം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നീ അവൻ പറഞ്ഞ പോലെ റെസ്യൂമിൽ കറക്ഷൻസ് ഒക്കെ എടുത്ത് ഇന്ന് തന്നെ അയച്ചു കൊടുക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല. എടി വലിയ ജാട കാണിക്കല്ലേ. 6-7 മാസമായിട്ട് നീ വീട്ടിൽ ജോലി ഇല്ലാതിരിക്കുകയില്ലേ? അരവിന്ദ് വിചാരിച്ചാൽ നിനക്ക് പുട്ട് പോലെ ജോലി കിട്ടും. അത് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ആരെയും ഹെൽപ്പ് ഇല്ല ജോലി വാങ്ങിക്കാൻ പറ്റുമെന്നേ. ഞാൻ നോക്കട്ടെ. കുറെ കിട്ടിയ പോലെ തന്നെ മോട. തനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്ക് കിട്ടാനാ? രേവതിയുടെ ടാലൻറ്റിന് അല്പം കൂടി എഫേർട്ട് ഇട്ടാ ഇവിടുത്തെ ടോപ്പ് MNCസിൽ പ്ലേസ്മെന്റ് കിട്ടും. എനിക്കൊരു കോൺഫിഡൻസും ഇല്ല. ഇന്ന് അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂവിലും ടെക്നിക്കൽ റൗണ്ട് ഭയങ്കര ടഫായിരുന്നു. അതൊക്കെ നമുക്ക് ശരിയാക്കാടോ. ഇതാ ഒരു കാര്യം ചെയ്യും, എൻ്റെ റെസ്യൂം എനിക്ക് അയക്കുക. ഞാൻ എൻ്റെ കോണ്ടാക്ട്സ് വഴി നോക്കട്ടെ. അയക്കാം. ഒരു മയത്തിന് അടികളിയാ. അവർക്ക് ഇഷ്ടമല്ലേ, നീ എന്തിനാ ഇങ്ങനെ മടമടാന്ന് കിടന്ന് അടിക്കണം? എന്നെ വെള്ളവഴിയുടെ ബാലപാഠം പഠിപ്പിച്ച നീ തന്നെ ഇത് പറയണം. എടാ, ഈ സോഷ്യൽ ഡ്രിങ്കിങ് തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ കരിയറിൽ കുറച്ചൊക്കെ ഗ്രോത്ത് ഉണ്ടായി തുടങ്ങിയത്. ഇല്ലെങ്കിൽ തന്നെ VP ലെവലിലുള്ള ടീമുകളായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ടേബിളിൻ്റെ അപ്പുറം ഇരിക്കുന്നത്? ഇതൊന്നും ഇല്ലെങ്കിൽ അതൊക്കെ ശരി തന്നെ. നീ കമ്പനിയിലെ ബോസിന് വേണ്ടിയിട്ട് അടിച്ചടിച്ച് അവസാനം വീട്ടിലെ ബോസുമായിട്ട് കലിപ്പാവില്ലേ? അവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഫുൾ ടൈം കലിപ്പ് തന്നെ. ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ദേഷ്യം, കാര്യം ചോദിച്ചാൽ പറയുകയില്ല. എന്താണെങ്കിൽ അവളെ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഒരു 6-7 മാസമായില്ലേ. നമ്മുടെ നാട്ടുകാരല്ലേ ജോലിയായില്ലേ എന്ന് ചോദിച്ച് വെറുപ്പിച്ച് കാണും. അതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷനാണ്. നീ അത് വിട്ടുകളാ. എടാ, അതിൻ്റെ ഫ്രസ്ട്രേഷൻ അവൾ എന്തിനാ എൻ്റെ അടുത്ത് കാണിക്കുന്നത്? പൊന്നളി, അവൾക്ക് അതിനുള്ള മെച്യൂരിറ്റിയേ ഉള്ളൂ. അതുപോലാണ് നീ. ഒരു കാര്യം ചെയ്യും, അവളെ റെസ്യൂം ഒന്ന് അയക്കാൻ പറ, നമുക്ക് നോക്കാം. പറഞ്ഞ് ഞാൻ മടുത്ത്. എനിക്ക് വയ്യ അവൾ എന്തെങ്കിലും ചെയ്തിട്ട് ഇഷ്ടമുള്ളത്. ഇന്നും ലേറ്റ് ആവുമെന്നാണ് തോന്നണം. എന്തോ റിവ്യൂ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറയണമായിട്ട്. ആർക്കറിയാം. പുള്ളി വന്നെന്ന് തോന്നണേ. ഞാൻ പിന്നെ വിളിക്കാം. ഒന്ന് നിന്നേ. റിവ്യൂ മീറ്റിംഗ് അല്ലേ? എടി, റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒന്ന് കൂടി. നിങ്ങൾ സിഗരറ്റ് വലിച്ചോ? എടി, ഒരു സിഗരറ്റ് മുഴുവനായിട്ടൊന്നും വലിച്ചില്ല. എല്ലാവരും കൂടെ വലിച്ചപ്പോൾ 1-2 പഫ് ഞാനും എടുത്തു, അത്രേ ഉള്ളൂ. എനിക്കിങ്ങ വൈകി നാറ്റോ സഹിച്ച് നിങ്ങളോട് കിടക്കാൻ. എടി, അതിന് മാത്രമൊന്നും ഇല്ലടി. അവിടെ എങ്ങാനും കിടന്നാൽ മതിയായിരുന്നു, നാശം പിടിക്കാൻ. പുള്ളിക്കാരി 2-3 കമ്പനിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. സോ അതിൻ്റെ ഒരു ടെൻഷനില്ല. മാം കമ്പ്യൂട്ടർ സയൻസ് അല്ലേ പഠിച്ചത്? ഇവിടെ നോൺ IT ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസ് പോലും നമ്മുടെ 6 മാസത്തെ കോഴ്സ് ചെയ്ത് ടോപ്പ് IT ഫേംസിൽ പ്ലേസ് ആവുന്നുണ്ട്. ഇനി അതല്ല, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ മോക്ക് ഇൻ്റർവ്യൂസ് വഴി നമ്മൾ ആ ഫിയർ മാറ്റിത്തരും. ഞാനും അതുതന്നെ രവിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന ഫേമിൽ തന്നെ റീസെൻ്റ് ആയിട്ട് ഫ്രഷേഴ്സിനെ റിക്രൂട്ട് ചെയ്തത് ലൂമിനർ വഴിയാണ്. പിള്ളേരൊക്കെ വൻ സ്മാർട്ടാ. ജോയിൻ ചെയ്തപ്പോൾ തന്നെ പ്രൊജക്ട്സ് ഒക്കെ ടേക്ക് ഓവർ ചെയ്ത് തുടങ്ങി. താങ്ക് യു സർ. ആക്ച്വലി നമ്മുടെ ഇവിടെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള IT പ്രൊഫഷണൽസാണ് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിയൽ ടൈം പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുത്ത് സ്റ്റുഡൻസിന് ജോബ് റെഡിയാക്കിയാണ് നമ്മൾ വിടുന്നത്. എനിക്ക് ഉടനെ ഒരു ജോബ് വേണമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പ്ലേസ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള കോഴ്സസ് ഏതൊക്കെയാണെന്ന് സജസ്റ്റ് ചെയ്യാമോ? നമ്മളിവിടെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, പൈത്തൺ, മെഷീൻ ലേണിംഗ്, AI, ഡേറ്റ അനലിറ്റിക്സ്, അങ്ങനെ ഇപ്പോൾ ഉള്ള ഇൻഡസ്ട്രി റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് ഓരോ കോഴ്സും ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ മാമിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് കോഴ്സ് ചൂസ് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് 7 ഇയേഴ്സിൽ ഓൾറെഡി 9000 പ്ലേസ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ ജോയിൻ ചെയ്യല്ലേ? അല്ല, വീട്ടിലേ ഞാൻ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇടയ്ക്കെങ്കിലും ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഷുവർ. ഇവിടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. മാഡത്തിന് ഏതാണെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ ഇവിടെ വരേണ്ട കാര്യം ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞിട്ടില്ല. സെറ്റാണോ? ശരി ശരി. ഓക്കെ ശരി.
രവു, നമുക്കെന്നാ റൂമിലോട്ട് പോയാലോ? ആ ചേച്ചി, ഇന്നിനി വരണ്ടേ, ഞാൻ അവിടെ കാണത്തില്ല. ഇനിയുള്ള ദിവസം വിളിച്ചിട്ട് വന്നാണ്. ശരി. അല്ലെങ്കിൽ ഞാൻ അവിടെ പോകുമ്പോൾ വിളിച്ച് അടിപ്പെടുത്തിക്കൊണ്ടു. അത് നന്നായി. അല്ലയാ, ലാപ്പ് മുകളിലുണ്ട്, നീ ഒന്ന് ചെക്ക് ചെയ്യും. 2 ചായ എടുക്കും. എനിക്കെന്നെ വയ്യ ചായ ഒന്നും ഇവിടെ. എടാ അത് കുഴപ്പമില്ല. ഇന്നെന്താ നേരത്തെ? എടി, ഇന്ന് വൈകിട്ട് പ്രസന്റേഷൻ കൊടുക്കണ്ടേ? ഫൈനൽ ഡ്രാഫ്റ്റിന് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഇന്ന് ലേറ്റ് ആവും അല്ലേ? എടി, എന്ന് വെച്ചാൽ പണി തീരണ്ടേ? നീ അങ്ങോട്ട് പോകുന്നു? എന്നെ അപ്പുറത്ത് ആൻറ്റി വിളിച്ച് ഞാൻ അങ്ങോട്ട് പോവാ. ഹലോ, ഇത് രേവതി മാമിന്റെ നമ്പർ അല്ലേ? അതെ. ഇത് നിങ്ങൾ മെനിഞ്ഞാന്ന് വന്ന ഓയോ റൂമിൽ നിന്നാണേ. മാമിന്റെ പേഴ്സ് ഇവിടെ മറന്നു വെച്ചാണെന്ന് തോന്നുന്നു. ക്ലീൻ ചെയ്തപ്പോ കട്ടന്റെ അടിയിൽ നിന്ന് കിട്ടിയതാ. ഒന്ന് വന്ന് കളക്ട് ചെയ്യാമോ? ഓക്കെ. അളയിൽ കുറച്ച് കറക്ഷൻ ഉണ്ട് കേട്ടാ. ഏയ്, ഇതിൽ കറക്ഷൻ ഉണ്ടെന്ന്. നീ ചെയ്. എന്താ ഡ്യൂട്ടി? ഒന്നുമില്ല, നീ ചെയ്, ഞാൻ ഇപ്പോൾ വരാം. ഹലോ. കുറച്ച് മുന്നേ ഒരു പേഴ്സ് കളക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞ് വിളിച്ചിരുന്നില്ലേ? അതിനു വേണ്ടിയായിരുന്നു. നിങ്ങളുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? സാർ, ഞാൻ നേരത്തെ വിളിച്ചു, വച്ചോറിനെ തന്നെ. അന്ന് വന്ന് സാറ് വന്ന് കളക്ട് ചെയ്തോണ്ട് പോയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. നിന്റെ പേഴ്സ് എവിടെ? ഇതായിരിക്കുന്നു. ഇതേതാണ്? മറ്റേ പേഴ്സ് എവിടെ? അത് കീറിപ്പോയോണ്ട് ഇത് പുതുതായിട്ട് വാങ്ങിച്ചോ. നീ മെനിഞ്ഞാന്ന് പുറത്തെങ്ങാനും പോയിരുന്നോ? ഇല്ലല്ലോ, ഞാൻ എവിടെ പോയി? ചേച്ചി, ഇത് ലേറ്റ് ആയോ? ഇപ്പൊ വന്നാ മതി എന്നാ മോള് പറഞ്ഞ്. 3 ദിവസം മുന്നേ ചേച്ചി വന്നില്ലായിരുന്നോ? അന്ന് ഇവിടെ ആരില്ലാത്തോണ്ട് മോള് വരണ്ടെന്ന് പറഞ്ഞു. ദേവതി ഓർഡാ, ദേവതി ഓർഡാ. എന്നിട്ടെന്ത്? രണ്ടിനെ കൈയോടെ പൊക്കി നാട്ടുകാരെ വിളിച്ച് നാട്ടിച്ച്. നീ എന്തോ വിളി കാണിച്ചേ? പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? വല്ലവൻ്റെ വീട്ടിൽ കയറി പോകണം എൻ്റെ ഭാര്യയെ ഞാൻ അഭിനന്ദിക്കണമായിരുന്നു. അവളുണ്ടല്ലോ, അവളെന്നെ പ്ലാൻ ചെയ്ത് ഒഴിവാക്കിയതാണ്. നീയല്ലേ പറഞ്ഞ അവൾക്ക് ഫ്രസ്ട്രേഷൻ ആണെന്ന്? അവൾക്ക് മറ്റേ ഫ്രസ്ട്രേഷൻ ആണ്. നീ ഒന്ന് കൂളാവും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ട. അവളെ കോടതിയെ കയറ്റാതെ അവൾക്കിട്ടൊരു പണി കൊടുക്കാതെ എനിക്ക് ഒന്നും വേണ്ട. നിനക്ക് അത്ര ഉറപ്പാണെങ്കിൽ അവളെ ഡിവോഴ്സ് ചെയ്യാം. ഉറപ്പില്ലാതെ ഞാൻ പറയുകയാ, എന്തായാലും ചെയ്യണം. നിനക്കറിയാലോ, നിന്റെ കൂടെ എന്ത് കാര്യത്തിനും ഞാൻ ഉണ്ടാവും. പോരെ? അളിയ, എന്ത് ധൈര്യത്തിലായിരുന്നു നീ ഇവനെ ഇങ്ങോട്ട് വന്ന്? ഇറങ്ങടി. ശ്രീത്തെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും. നീ മിണ്ടരുത്. അളിയ, നീ ഒന്ന് അടങ്ങ്. നീ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? എടാ, ഞാൻ വെറുതെ പറഞ്ഞല്ല, എൻ്റെ തെളിവുണ്ട്.
എന്താടാ ഇങ്ങനൊരു ട്വിസ്റ്റ് നീ പ്രതീക്ഷിച്ചില്ലല്ലേ? കഴിഞ്ഞില്ലേ ഇതുവരെ? ഇല്ല കേട്ടോ, കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. ഈ ഹെഡറൊക്കെ ബോൾഡാക്കി. ആ കൂൾ കൂൾ. ദൈവത്തിനെ പാനിക് ആവുന്നേ? ഇതൊക്കെ ഇപ്പൊ നോർമൽ അല്ലേ? ശ്രീത് എന്തായാലും ഒന്നും അറിയാൻ പോകുന്നില്ല. പിന്നെന്താ? തന്നെ എൻ്റെ ചേട്ടനെ പോലെയാണ് കണ്ടത്. ഇനി മേല ഇറങ്ങിപ്പോടോ. അളെ ഞാൻ ഇറങ്ങുവാണേ, വീട്ടിൽ നിന്ന് കോൾ വന്നു. അതെ, ഇത് ബാറൊന്നും അല്ല ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് വെള്ളം അടിക്കാൻ. മക്കളെ, സമയം 11:30 ശ്രീജിത്ത് ഇതുവരെ വന്നില്ലേ? ഇന്നും ലേറ്റ് ആവുമെന്നാണ് തോന്നണം. എന്തോ റിവ്യൂ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറയണായിട്ട്. ആർക്കറിയാം. പുള്ളി വന്നെന്ന് തോന്നണേ. ഞാൻ പിന്നെ വിളിക്കാം. ആ രേവു, നാളെ ലൂമിനാർ ടെക്നോ ലാബിൽ നിന്ന് ഇറങ്ങിയിട്ടേ നമുക്ക് ഞാൻ ബുക്ക് ചെയ്ത പുതിയ വീടൊന്ന് കാണാൻ പോകാമോ? അയ്യോ, അത് ദേവു ഒന്നും പറഞ്ഞാൽ പറ്റൂല. മോളുടെ റൂമിൻ്റെ ഇൻറ്റീരിയർ സജസ്റ്റ് ചെയ്താൽ താനല്ലേ. ഞങ്ങൾ എന്തായാലും അവിടെ കാണും, നിങ്ങൾ വന്നാൽ മതി. ഇനിയുള്ള ദിവസം വിളിച്ചിട്ട് വന്നാൽ മതി. ആ ശരി. അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ വിളിച്ച് അറിയപ്പെടുത്തിക്കൊണ്ടിരിക്കും. സരിം ബ്രോ, ജെനി ലാസ്റ്റ് വീക്ക് ഓൺലൈനിൽ മേടിച്ച പേഴ്സിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു തരുമോ? എൻ്റെ പേഴ്സ് കീറിപ്പോയി. എടാ, അതിനെക്കുറിച്ചൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ അവൾക്ക് കൊടുക്കാം. ആ പറ ദേവതി. എടാ, അത് കുഴപ്പമില്ല. ഹലോ, ഇത് രേവതി മാമിൻ്റെ നമ്പറാണോ? മാഡം, ഇത് മെനഞ്ഞാന്ന് വന്ന ഓയോ റൂമിൽ നിന്നാണ് വിളിക്കുന്നത്. റൂം ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് മാഡത്തിൻ്റെ പേഴ്സ് കട്ടിൻ്റെ അടിയിൽ നിന്ന് കിട്ടി. അതൊന്നും കളക്ട് ചെയ്യാവോ? നീ ചെയ്. എന്താ ചേച്ചി, ഞാൻ ഇപ്പോൾ വരാം. ദേവതി ഓടാ, ദേവതി ഓടാ. നിങ്ങളെ ഹോട്ടൽ റൂമിൽ നിന്ന് വിളിച്ച നമ്പർ തന്നെ. സൈബർ സെല്ലിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഞാൻ ട്രേസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ. നിന്റെ പ്ലാനിങ് ഒക്കെ കൊള്ളായിരുന്നു. പാളിത് എവിടെയാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ അല്ലേ? അവന് ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. നീ എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടാവും. വേണ്ട വേണ്ട. തല്ലാനാണെങ്കിൽ അവനെ നമ്മൾ 3 പേരും മാറി മാറി തല്ലേണ്ടി വരും. അങ്ങനെ തല്ലിയ നന്നാവുമായിരുന്നെങ്കിൽ അന്നെങ്കിൽ ഒരെണ്ണം പൊട്ടിച്ചപ്പോഴേ നന്നാവണമായിരുന്നല്ലോ. ഇവിടെ തനിക്ക് അന്നേ ഒരു വാണി തന്നേ ഇല്ലു. അതിനിടയ്ക്ക് അവൻ്റെ കോപ്പിലെ പ്രതികാരം. നാണം ഉണ്ടോടോ തനിക്ക്? ഈ ലൈഫിൽ പ്രശ്നം വരുമ്പോഴേ അത് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് യവനെ പോലുള്ളവന്മാരുടെ താവരുത്. എടോ, നിങ്ങൾ തമ്മിലൊന്ന് ഓപ്പണായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനാണ് വെറുതെ. പിന്നെ നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. ആൾമാറാട്ടോ ഫോൺ ചോർത്തലും എല്ലാം ചേർത്ത് നിനക്കെതിരെ കേസ് കൊടുത്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. പോരെ? നീ ഒരു കാര്യം ചെയ്യ്, ബാക്കിയുള്ള കള്ളും കൂടെ എടുത്തുകൂടി. നിന്നെ കൊണ്ടുപോകാനുള്ള വണ്ടി ഇപ്പോൾ വരും കേട്ടാ. അളിയാ, പോടാ.
പങ്കാളികൾ തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ അത് ആ റിലേഷൻഷിപ്പിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ള ലൈവ് എക്സാമ്പിൾ ആണ് ഈ വീഡിയോ. ഭർത്താവിന്റെ സുഹൃത്തിൽ നിന്ന് ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ അത് ആ പോയിന്റിൽ തന്നെ ഹസ്ബൻഡിനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കാര്യങ്ങൾ ഇത്ര വഷളാവില്ലായിരുന്നു. അതുപോലെ തന്നെ ഭാര്യയുടെ സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റങ്ങൾ എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയാനും തനിക്കുണ്ടായ സംശയങ്ങൾ ഭാര്യയോട് തന്നെ സംസാരിച്ച് ക്ലാരിഫൈ ചെയ്യാനും ഇവിടെ ഭർത്താവും ശ്രമിച്ചില്ല. പുള്ളിക്കാരൻ നേരെ പോയി ഇത് പറഞ്ഞത് ഫ്രണ്ടിനോടാണ്. ഇന്ന് പല പങ്കാളികളും ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ ചിത്രത്തില് മെയിൻ വില്ലനെ പോലെ തന്നെ പ്രശ്നക്കാരനായ മറ്റൊരു വില്ലനുണ്ട്, കള്ളങ്ങൾ. ഈ കള്ളങ്ങളാണ് ഭാവിയിൽ പരസ്പര വിശ്വാസമൊക്കെ തകർത്ത് സംശയങ്ങളായിട്ട് മാറുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ പരസ്പരം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്ന ഒരു ഫീല് തോന്നുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒളിച്ചോടുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്യാതെ എല്ലാ പണിയും മാറ്റിവെച്ച് പരസ്പരം ഒരുമിച്ചിരുന്ന് സംസാരിച്ച് അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ മൂന്നാമതൊരാൾക്ക് ഒരിക്കലും നിങ്ങളുടെ ബന്ധത്തെ തകർക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയെണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന